ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഇരുമ്പ് തവ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് തവയായിരുന്നു. അപ്പോൾ വീട്ടിൽ ദോശയൊക്കെ ചുടുന്ന സമയത്ത് നന്നായിട്ട് നല്ല രീതിയിൽ ഇത് ഒട്ടി പിടിക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മ ഇത് ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു തവ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു ട്രിക്ക് നമുക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഏത് പഴകിയ ഇരുമ്പ് തവയാണെങ്കിലും എത്ര തുരുമ്പെടുത്തതാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ദോശയൊക്കെ നമുക്ക് ചുടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് ആ ട്രിക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ തവയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം. നമ്മൾ കുറേ നാളുകൾ കൊണ്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് തുരുമ്പും അതുപോലെ അഴുക്കുകളും ഒരുപാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ദോശക്കല്ല് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ടോ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് പോയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വാളൻപുളി ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായി ഞരടി നല്ല രീതിയിൽ അതിനെ പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ആ പിഴിഞ്ഞെടുത്ത ആ വെള്ളം നമ്മൾ ഈ ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒഴിച്ച വെള്ളം നമ്മൾ ഈ തവയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന വിധത്തിൽ നമ്മൾ മൊത്തത്തിലൊന്ന് തവ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ ആവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ആ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ആ തവയൊന്ന് അതിലെ ബാക്കി വന്നിരിക്കുന്ന ആ പുളിയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ തവ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ വീണ്ടും നമ്മളൊന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുത്ത തവ വീണ്ടും നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മളൊന്നുകൂടെ കല്ലൊന്ന് ചൂടാക്കി നമ്മൾ എടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മളിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചൂടായി വന്നിട്ടുള്ള ദോശക്കല്ലിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ഈ ചൂടായിട്ടുള്ള ദോശക്കല്ലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ കോഴിമുട്ട ദോശക്കല്ലിലെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി നമുക്ക് ആ കോഴിമുട്ട ഒക്കെ നമുക്ക് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് നമ്മൾ ഈ ദോശക്കല്ലിലേക്ക് ഒന്ന് തൂവി കൊടുക്കണം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രൈ പാനിൻ്റെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ പാനിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് പരത്തി നോക്കാം. അത് ദോശ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ചട്ടുകം തൊടാതെ തന്നെ നമ്മുടെ ദോശ കല്ലിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട്, കണ്ടോ? വാവ്, ദോശ അടിപൊളിയായിട്ട് നമ്മുടെ ദോശ ഇതിനകത്ത് വിട്ടു വരുന്നുണ്ട്. പഴയ പോലെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല മൊരിഞ്ഞ ദോശ തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള തുരുമ്പെടുത്തിട്ടുള്ള തവ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള അടിപൊളി ദോശ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും ടേക്ക് കെയർ. ബൈ.